നസ്ലിന്റെ ഒരു പ്രത്യേകത, ഇന്നത്തെ ജെൻസിയോട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യുവതാരമാണ് നസ്ലിൻ. നസ്ലിൻ ഒരു സ്ഥിരം ബാക്ക് ബെഞ്ചറാണ്. നസ്ലിന്റെ കഥാപാത്രങ്ങളുടെ സ്വഭാവം സിഗ്മ മെയിൽ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷനോട് വല്ലാതെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പ്രേമലൂലൊക്കെ എത്തിയ സമയത്ത് നസ്ലിൻ പ്രേമിക്കാൻ തുടങ്ങി. ആ തണ്ണീർമത്തനിലെ നസ്ലിൻ കഥാപാത്രത്തിന്റെ തുടർച്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേമലൂലുള്ളത്. ചെയ്ത റീനു എന്ന കഥാപാത്രം അവസാനം നസ്ലിന്റെ സച്ചിൻ ഗിൽറ്റ് അടുപ്പിച്ചാണ് മമതയെ കൊണ്ട് പ്രണയിപ്പിക്കുന്നത്. അതിലൊരു പ്രശ്നമുണ്ട്. ഇവിടെ കാണികളെ ചേർത്ത് നിർത്തുന്നത് സച്ചിനൊപ്പം കൊടുക്കുന്ന ചില റിയാക്ഷൻ ഉണ്ട്. അത് യുവതാരങ്ങളെ നസ്ലിനെ കൊണ്ട് മാത്രം പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് പറയുന്നത്. രസകരമായ ഒരു ഉദാഹരണം, ഈ ആദിയും റീനുവും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ഭയങ്കരമായ സംശയത്തിരിക്കുന്ന സച്ചിൻ. വളർച്ചയിൽ ഗിരീഷ് ഷെഡി എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു സ്വാധീനം വളരെ വലുതാണ്. സിനിമയായിരുന്നു ആയാം കാതലൻ. അതധികം ശ്രദ്ധിക്കപ്പെട്ടില്ല, കാരണം അത് പ്രേമലൂരിന് ശേഷം റിലീസ് ചെയ്തുകൊണ്ടായിരിക്കാം. ഗിരീഷ് ഷെഡി നസ്ലിന്റെ ആ ഒരു സൈഡ്, ആ ഒരു പൊട്ടൻഷ്യൽ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്.